നിറവിലേക്ക് സ്വാഗതം. അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഏറുന്തോറും കൂടുതൽ തീക്ഷ്ണമായി തീരുന്നതാണ് വിശ്വാസത്തിന്റെ സ്വഭാവം. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. ജോഷി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. നിത്യസഹായമാതേ, നിന്നെ തേടുന്നു ഞങ്ങൾ. നിത്യസഹായമാതേ, നിന്നെ തേടുന്നു ഞങ്ങൾ. നിൻ സുതനോടൊപ്പം ചേർന്നിരിക്കാൻ നിൻ മാതൃസ്നേഹം നൽകണമേ. നിൻ സുതനോടൊപ്പം ചേർന്നിരിക്കാൻ നിൻ മാതൃസ്നേഹം നൽകണമേ. കന്യാമറിയമേ, സമുദ്രതാരമേ, കന്യാമറിയമേ, കനിവുള്ളോരമ്മയേ. കൃപയുടെ പേടകമായി കർത്താവിൻ അമ്മയായി മാറി, കരളുരുകുമ്പോഴും കാൽവരിയിൽ മാതൃസ്നേഹമായി കൃപ നേടുവാൻ ക്രൂശിതന്റെ മാറിൽ നീ ചേർന്നു. കൃപയേകുവാൻ ദൂതനായി എന്നെ നീ മാറ്റിടൂ. കൃപയേറുന്ന തായേ മാതേ, കന്യാമറിയമേ, സമുദ്രതാരമേ, കന്യാമറിയമേ, കനിവുള്ളോരമ്മയേ. കനിവെഴും നിന്റെ ഹൃത്തിൽ കാത്തിടേണമെന്നും എൻ്റെ അമ്മേ. കനലെരിയും ഹൃത്തിനു കാവലായി മാറിടേണമമ്മേ. കനിവേകിടും പ്രിയസുതന്റെ ശിഷ്യനായി മാറ്റിടൂ. കനിവേകുവാൻ എന്നെ നിന്റെ പുത്രനായി മാറ്റിടൂ. കനിയോലുന്ന തായേ മാതേ, നിത്യസഹായമാതേ, നിന്നെ തേടുന്നു ഞങ്ങൾ. നിത്യസഹായമാതേ, നിന്നെ തേടുന്നു ഞങ്ങൾ. നിൻ സുതനോടൊപ്പം ചേർന്നിരിക്കാൻ നിൻ മാതൃസ്നേഹം നൽകണമേ.
നിൻ സുതനോടൊപ്പം ചേർന്നിരിക്കാൻ നിൻ മാതൃസ്നേഹം നൽകണമേ. കന്യാമറിയമേ, സമുദ്രതാരമേ, കന്യാമറിയമേ, കനിവുള്ളോരമ്മയേ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ബ്രദർ അനിൽ കെ സാമാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ഒരു വിശ്വാസിയുടെ ശ്വാസമാണ് പ്രാർത്ഥന, ജീവവായു. പ്രാർത്ഥനയില്ലാതെ ഒരു വിശ്വാസിക്ക് ജീവനില്ല, ചൈതന്യമില്ല. ജീവിതത്തിന് ആശ്വാസവും ചൈതന്യവും രൂപാന്തരവും ഒരു വിശ്വാസി ആർജിച്ചെടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവം ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. വൃദ്ധയായ ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്നു. തൊട്ടടുത്ത വീട്ടിലെ ഒരു യുവാവ് ജനാലയിലൂടെ ഈ വൃദ്ധമാതാവിനോട് വിളിച്ചു പറഞ്ഞു, അമ്മേ, വീടിനകത്തെങ്ങാനും കയറിയിരിക്കെ, തലയിൽ ബോംബ് വന്ന് വീഴും, അറിയത്തില്ല. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവ എൻ്റെ സങ്കേതവും കോട്ടയും എൻ്റെ ദൈവവുമെന്ന് തിരിച്ചറിയുന്നു. അവൻ എന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. നിന്റെ കൂടാരത്തിൽ യാതൊരു ബാധയും അടുക്കുകയില്ല എന്നുള്ള ആശയങ്ങൾ ഉരുവിട്ടുകൊണ്ട്, സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ മാതാവ് ഭവനത്തിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഈ മാതാവിൻ്റെ ജനാലയിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. ജനലിൻ്റെ കർട്ടൻ പതുക്കെ മാറ്റി നോക്കി. അപ്പോൾ ഒരു കുരുവി വന്ന് കൊത്തുന്നതാണ് കണ്ടത്. ആദ്യം ഈ മാതാവ് വിചാരിച്ചു ജനൽ ചില്ലയിൽ അല്ലെങ്കിൽ ജനലിൻ്റെ ആ കതകിൽ പറ്റിയിരിക്കുന്ന കൊച്ചു പ്രാണികളെ വല്ലതും കൊത്തിയെടുക്കുകയായിരിക്കും എന്നാണ് ചിന്തിച്ചത്. വീണ്ടും 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 ഈ കുരുവി വന്ന് ജനലിൽ ഇങ്ങനെ കൊത്തുകയാണ്, കണ്ണാടിയിൽ കൊത്തുകയാണ്. അപ്പോൾ ഈ മാതാവിന് തോന്നി താൻ പുറത്തേക്ക് വരുവാൻ കുരുവി തന്നെ ക്ഷണിക്കുകയാണെന്നൊരു തോന്നൽ. പെട്ടെന്ന് ഈ മാതാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുരുവി മുന്നോട്ട് പറക്കാൻ തുടങ്ങി. അപ്പോൾ മാതാവിന് മനസ്സിലായി, എന്നെ അനുഗമിക്കുക എന്ന് കുരുവി പറയുന്നു എന്ന ചിന്ത. മാതാവ് കുരുവിയുടെ പുറകെ നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ പുറകിലൊരു ശബ്ദം കേട്ട് ഈ മാതാവ് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ഒരു ബോംബ് വന്ന് വീണതാണ് ഈ മാതാവ് കണ്ടത്. ആ മാതാവ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി തീർന്നിരിക്കുകയാണ്. ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. പ്രാർത്ഥനയുടെ ശക്തി അപാരമാണ്. പ്രാർത്ഥനയിൽ നിലനിൽക്കുവാനും ജീവിക്കുവാനും നമുക്ക് കഴിയണം. തെരേസ ആനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഈ സ്ത്രീക്ക് ഒരു മകളുണ്ടായിരുന്നു. സന്തോഷകരമായി കഴിഞ്ഞു വന്ന ഒരു കുടുംബം. 3 വയസ്സായപ്പോൾ ഈ മകൾക്ക് രക്താർബുദം എന്ന് പറയുന്ന അസുഖം ബാധിച്ചു. ആനി സ്വന്തം മകളെയും കൊണ്ട് ഡോക്ടറെ അടുക്കൽ കൊണ്ടുചെന്നു. ഡോക്ടർ വിദഗ്ധ പരിശോധനകൾ നടത്തി, ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു, കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവൾ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ മകൾ രക്ഷപ്പെടുമോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ മരുന്ന് ചെയ്യുന്നു, പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. മരുന്നുകളൊക്കെ ശരീരത്തിൽ ചെന്ന് ആ മരുന്ന് ഫലിച്ച് വെളുത്ത രക്താണുക്കളൊക്കെ ശരീരത്തുണ്ടായി വരണം. ശരീരം അതിന് അതിൻ്റെ ശേഷിയൊക്കെ ആർജിച്ചെടുക്കണം.
പക്ഷേ ഈ വാക്കുകളൊന്നും, ഡോക്ടറുടെ വാക്കുകളൊന്നും അവളെ ആശ്വസിപ്പിച്ചില്ല. 16 മാസം നീണ്ടു നിന്ന ചികിത്സ അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ ചെന്ന് ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണ്? എന്നും പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വിഷമങ്ങൾ സംഭവിക്കുന്നത്? ഞാൻ ദൈവത്തോട് അപ്പം ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് കല്ലല്ലേ തന്നിരിക്കുന്നത്? വേദനകൾ തരുന്ന ദൈവത്തെ ഞാൻ എന്തിനാണ് ആരാധിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദനകൾ സൃഷ്ടിക്കാനാണ് ദൈവം ജീവിക്കുന്നതെങ്കിൽ ദൈവം സ്നേഹമില്ലാത്തവനാണോ, കരുണയില്ലാത്തവനാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവൾ ദൈവത്തോട് സ്വയം ചോദിക്കാൻ തുടങ്ങി. ചോദിച്ച് അവസാനം അവൾ വേദപുസ്തകം തുറന്നപ്പോൾ വേദപുസ്തകത്തിൽ അവൾ കണ്ടത് അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ ഭാഗമാണ്. അവളതൊന്ന് മനസ്സിരുത്തി വായിച്ചു. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അബ്രഹാമിന് വാർദ്ധക്യകാലത്ത് കൊടുത്ത മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ മനസ്സോടുകൂടി ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കുവാൻ പോയ അബ്രഹാമിൻ്റെ ജീവിത വിശ്വാസം അവളുടെ ജീവിതത്തെ സ്പർശിച്ചു. സ്വന്തം മകനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ആ സമർപ്പണത്തെ മാനിച്ച് മകനെ വെടിവിച്ച സംഭവം അവളുടെ മനസ്സിലോടിയെത്തി. അവൾ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു. എന്നിട്ട് അവൾ കുഞ്ഞിനെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് പരിശോധിച്ച ഡോക്ടർക്ക് പോലും വിശ്വസിക്കാനായില്ല. അവളുടെ അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കഷ്ടകാലത്ത് കൈവിടുന്ന ദൈവമല്ല. വേദപുസ്തകത്തിൽ ദമ്പതികളുടെ ഒരു ചരിത്രമുണ്ട്. വൃദ്ധരായ ദമ്പതികൾ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. യഹൂദ രാജ്യത്ത് അബിയാക്കൂറിൽ സക്രിയാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത്. രണ്ടുപേരും പുരോഹിത കുടുംബത്തിലുള്ളവർ, പുരോഹിതനായി ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ, എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർ. അവരെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ദുഃഖം അലയടിച്ചു. ആ ദുഃഖത്തിന് കാരണം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. നല്ലവരായി ജീവിച്ചിട്ടും ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടും അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ല. അതിന് കാരണം എലിസബത്തിൻ്റെ വന്ധ്യതയായിരുന്നു. എലിസബത്ത് മച്ചിയായിരുന്നു. തനിക്ക് വന്ധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും തനിക്ക് സന്താനഭാഗ്യം ലഭിക്കില്ല എന്ന മാനുഷികമായ തിരിച്ചറിവുണ്ടായിട്ടും സക്രിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചു. കാലങ്ങൾ കടന്നുപോയി. രണ്ടുപേരും വൃദ്ധരായി. ഇനി അവർക്ക് കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉണ്ടാവത്തില്ല. വൃദ്ധ ദമ്പതികൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? എന്നിട്ടും അവർ പ്രാർത്ഥന നിർത്തിയില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാര്യം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് അനുദിനം നിരന്തരമായി ഒരു പൈതലിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ചരിത്രത്തിൽ നാം കാണുന്നത്? ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. അവരുടെ കുടുംബത്തിൽ ദൈവം ഒരു പൈതലിനെ ദാനമായി നൽകുന്നു. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്രിയാവിന് അരുളപ്പാടുകൾ അറിയിക്കുന്നു. ദൈവം പ്രവർത്തിക്കും. എന്നാൽ ഇവിടെ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ ഈ കൊറോണ കാലഘട്ടത്തിലും ഈ പ്രതിസന്ധികൾ നേരിടുന്ന വൈതരണിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രാർത്ഥന ഒരിക്കലും നിലച്ചു പോകരുത്. ദൈവം കരുണയില്ലാത്തവനല്ല. ദൈവം അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നവനും അല്ല. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. ഇത് മറന്നു പോകരുത്. സക്രിയാവും എലിസബത്തും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. നേരത്തെ അവർക്ക് കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷെ ദൈവത്തിനൊരു സമയമുണ്ട്.
ദൈവത്തിൻ്റെ സമയം ലോകരക്ഷകനായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുക, ആ സമയത്ത് വഴിയൊരുക്കുന്നതിന് ഭാഗമായി ഒരു കുഞ്ഞിനെ ഇവർക്ക് ദാനമായി കൊടുക്കുക എന്നതായിരുന്നു ദൈവം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ വൃദ്ധ ദമ്പതികൾ ദൈവത്തോട് പരിതപിക്കാതെ, ദൈവത്തെ അവിശ്വസിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്, എവർക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. എവരുടെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. യോഹന്നാൻ സ്നാപകനെ പോലുള്ള ഒരു പൈതലിനെ അവർ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. കർത്താവിന് വഴിയൊരുക്കുന്ന ഒരു 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 പുത്രനെ തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നിട്ടുണ്ടാവില്ല. ഇനി ശ്രദ്ധിക്കണം, യോഹന്നാനെ പോലെ ഒരു കാട്ടുവാസിയായ, മീൻസ് കാടയും ഭക്ഷിച്ച് കാട്ടുതേനും ഭക്ഷിച്ച് മരവുരിയും ധരിച്ച് ജീവിക്കുന്ന ഒരു പൈതലിനെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് ദൈവം അവർക്കൊരു പുത്രനെ നൽകുന്നത്, കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. മൂന്നാമതൊരു സംഗതി, വിസ്മയം ജനിപ്പിച്ചുകൊണ്ടായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ഉറപ്പാണ്. ലോകം മുഴുവനും, സമൂഹം മുഴുവനും അതിശയിച്ചു. വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. എങ്ങനെ വിശ്വസിക്കും? പ്രസവ സാധ്യതകൾ അടഞ്ഞുപോയ മച്ചിയായ വന്ധ്യയായ സ്ത്രീ ദാ കുഞ്ഞിന് ഗർഭം നൽകിയിരിക്കുന്നു. ലോകം മുഴുവനും അതിശയിച്ചു, ആളുകൾ അതിശയിച്ചു, വിസ്മയമുണ്ടായി. വിസ്മയം ജനിപ്പിച്ചുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നാലാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം പ്രവർത്തിക്കുന്നത് ദൈവഹിതത്തിന് വേണ്ടിയായിരിക്കും. ദൈവത്തിനൊരു ആഗ്രഹമുണ്ടായിരുന്നു, എവർക്ക് നൽകുന്ന കുഞ്ഞിനെ കൊണ്ട് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, കർത്താവിന് വഴിയൊരുക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, പ്രാർത്ഥന മുടങ്ങരുത്. പ്രാർത്ഥന നമ്മുടെ ജീവവായുവായിരിക്കണം. ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വിസ്മയം ജനിപ്പിച്ചുകൊണ്ട് ദൈവഹിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക, ജീവിതം ഭാസുരമാക്കി തീർക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി സെക്യൂരിറ്റി ജീവനക്കാരായ സുഹൃത്തുക്കൾക്ക് അന്നം വിളമ്പുന്ന യുവതി. ഹൃദയസ്പർശിയായ ഒരു കഥ നമുക്ക് കാണാം.
നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില നഷ്ടങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് അവയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥം കണ്ടെത്താൻ കഴിയുമ്പോഴാണ്. 2 മക്കളും വിഷാദ രോഗത്തിന് അടിമകളായി ആത്മഹത്യ ചെയ്ത ഒരു മാതാപിതാക്കളെ കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ട്. രോഗം നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്നുള്ള കുറ്റബോധവും വേദനയും അവർ അതിജീവിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുകയും അനേകരെ ബോധവൽക്കരിക്കുകയും ഡിപ്രഷനിലൂടെ കടന്നു പോയിരുന്ന അനേകം യുവതീ യുവാക്കൾക്ക് ചികിത്സ കിട്ടാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, അവയ്ക്ക് നാം കണ്ടെത്തുന്ന അർത്ഥങ്ങൾ, അവയുടെ പിന്നിൽ നാം കണ്ടെത്തുന്ന നിയോഗങ്ങൾ, ചിലപ്പോൾ അതൊക്കെ ജീവിത നിയോഗത്തിലേക്ക് തന്നെയുള്ള ഒരു വാതിലായി മാറാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഹെലൻ കെല്ലർ അവളുടെ അന്ധതയെ അനേകം അന്ധർക്ക് വെളിച്ചം നൽകുന്ന ലിപിയാക്കി രൂപാന്തരപ്പെടുത്തിയത്. ജീവിതത്തിലെ ഓരോ നഷ്ടങ്ങളും, കടന്നുപോയ ഓരോ വേദനകളും, ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്ക് പിന്നിൽ ഇതുപോലെ നമുക്ക് അർത്ഥങ്ങളും എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങളും കണ്ടെത്താൻ സാധിക്കും. അവയായിരിക്കും നമുക്ക് മുൻപോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത്. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഏറുന്തോറും കൂടുതൽ തീക്ഷ്ണമായി തീരുന്നതാണ് വിശ്വാസത്തിന്റെ സ്വഭാവം. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിൻ സുതനോടൊപ്പം ചേർന്നിരിക്കാൻ നിൻ മാതൃസ്നേഹം നൽകി